ഹായ് ഗായ്സ്. സോ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നമുക്കൊരു ക്യൂട്ട് റോസ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ വേണമെന്ന് നമ്മൾ കണ്ടില്ലേ? റിബൺ, സിസേഴ്സ് ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വയർ. നമുക്ക് ഇത്രയേ വേണ്ടൂ, വേറെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാനിപ്പോൾ റിബൺ അങ്ങോട്ട് കട്ട് ചെയ്തപ്പോൾ കുറച്ച് നൂലിങ്ങനെ പൊന്തിക്കാം, അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഞാനിനി അതൊന്ന് ട്വിസ്റ്റ് ചെയ്യല്ല അത് നമ്മൾ സിക്സാഗ് പോലെ നമ്മൾ മടക്കില്ലേ, അതുപോലെ മടക്കാണ്. അത് കൂടുതലും മടക്കണ്ട, 1-2 വട്ടം നമ്മൾ മടക്കിയാലും മതി. അത് കഴിഞ്ഞിട്ട് നമ്മളത് റൗണ്ട് ചെയ്ത് കൊടുക്കുക, 2 റൗണ്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്കത് സെക്യൂറായിട്ട് ഇരുന്നോളും, വലിയ കുഴപ്പമില്ല. പിന്നെ 2 ഭാഗവും വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ ചെക്ക് ചെയ്തോളൂ. അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു ബാലൻസ് റിബൺ ഒന്ന് മടക്കുന്നുണ്ട്. അത് നമ്മൾ അതിനെ 2 വട്ടം ട്വിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതേ കൂടെ നമ്മളിങ്ങനെ കൈ ട്വിസ്റ്റ് നമ്മുടെ ചൂണ്ടുവിരലും നടുവിരലും വെച്ചിട്ടാണ് ട്വിസ്റ്റ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി സെക്യൂറായിട്ട് ഇരിക്കുകയും ചെയ്യും, നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവില്ല. പിന്നെ നമ്മൾ തള്ളവിരലിൽ നിന്ന് അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ബാക്കിലേക്ക് അത് പോവാണ്ട് നോക്കിയോളൂ, അല്ലെങ്കിൽ അത് മൊത്തം കൊള്ളായി കിട്ടും. നമ്മൾ വീണ്ടും ആദ്യം മുതൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ നമ്മളതൊന്ന് പതുക്കെ ചെയ്താൽ മതി, തിരക്കൊന്നുമില്ല. നമ്മളത് പതുക്കെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ബൊക്കെ ഉണ്ടാക്കാം. ഞാൻ ലാസ്റ്റ് ഒരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഫോട്ടോ പിക്കയിൽ ആഡ് ചെയ്യാം. ഞാൻ വാലന്റൈൻസ് ഡേക്ക് ഒരു ബൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിക്ക് എന്തായാലും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളത് ട്വിസ്റ്റ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ ആ വയർ വെച്ചിട്ടാണ് കേട്ടോ നമ്മളത് സെക്യൂർ ആക്കുന്നത്. നമ്മളത് ചുറ്റി സെക്യൂർ ആക്കുന്നത്. മുമ്പ് ഞാൻ സേഫ്റ്റി പിൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്, പക്ഷെ അത് അത്രയ്ക്കും സക്സസ്ഫുൾ ആയിരുന്നില്ല. കാരണം എൻ്റെ കൈയും അത് ഇടയ്ക്കിടയ്ക്ക് കുത്തിയിരുന്നു. പിന്നെ മുട്ടുസൂചി ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമുക്ക് അത്രയ്ക്ക് എക്സ്പേർട്ട് ആണെങ്കിൽ ഇത്ര റിബൺ ഇങ്ങനെ ചുറ്റിയിരിക്കുമ്പോൾ അതിങ്ങനെ കയറ്റണമല്ലോ, അപ്പോൾ അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. നമ്മൾ ഈ ചുറ്റുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ റിബണും കൂടി ഒന്ന് ശരിക്കും പിടിച്ചോളൂ, അല്ലെങ്കിൽ അത് വീണ്ടും അത് അഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമ്മൾ റൗണ്ട് ചെയ്ത് നമ്മൾ നടുഭാഗം ഒന്ന് കുറച്ചൊന്ന് ടൈറ്റാക്കി കൊടുത്താലും അത് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും. നമ്മൾ ചുറ്റുന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചാലും മതി. പിടിച്ചിട്ട് നമ്മൾ ചുറ്റാണെങ്കിൽ കുറച്ചും കൂടി അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, വലിയ കുഴപ്പമില്ല. അതുപോലെ നമുക്ക് ഈ ബാംബൂ സ്റ്റിക്ക് അധികം റേറ്റൊന്നുമില്ല, അത് വെച്ചിട്ട് ഈ വയറിങ് അതും ഈ പൂവും വെച്ചിട്ട് ചുറ്റിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ ബൊക്കേയുടെ ഇത് കാണിക്കുന്നുണ്ട്, അതിൽ ഞാൻ എന്താണ് കാണിച്ചത്. ഇത് ഭയങ്കര എളുപ്പമാണ്, കൊച്ചു കുട്ടികൾക്ക് വരെ ഇതിങ്ങനെ ചെയ്യാനും പറ്റും. നമ്മളൊരു 5-6 പൂ വെച്ചിട്ട് നമ്മളൊരു സ്റ്റിക്കൊക്കെ വെച്ച് മറ്റേ ഗിഫ്റ്റ് പേപ്പർ പൊതിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഒരു ക്യൂട്ട് കുഞ്ഞ് ബൊക്കെയായിട്ട് നമുക്കത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.